ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലയിടത്തും ചെന്ന് കഴിയുമ്പോഴത്തേക്കും, ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള അച്ഛന്മാരേ ഉള്ളൂ അവരുടെ പെരുമാറ്റം. അതായത് ഫോട്ടോഗ്രാഫർമാരെ അല്പം എങ്കിലും മോശമായിട്ട് നിങ്ങൾ അങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ കാണിക്കരുത്, കണ്ണ് കൊണ്ട് ഇത് കാണിക്കുക, മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊന്ന് അനുഭവിച്ചിട്ടുണ്ടാകും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ. അവരെ കുറ്റം പറയാൻ അറിയുന്നില്ല, കെട്ടായിട്ട് അല്ല നമ്മൾ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ വൈദികർ മനസ്സിലാക്കണം, ഇതൊരു വർക്കായിട്ട് അവരുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻറ്റ് നമ്മളോടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സും അല്ല, അവരെ വിശ്വസിച്ച് അവരെ ലയിപ്പിച്ചിരിക്കുകയാണ്. അത് ഫുള്ളായി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഇതിനെ ഒന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ കയറി നിൽക്കുകയോ, അതൊക്കെ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രം, ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഇച്ചിരി ഓവറായിട്ട് ഈ ചാടി നടക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു പരിധിവരെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളും അത്തരത്തിൽ ഒരു പ്രവണത കാണിക്കത്തില്ല. എൻ്റെ അനുഭവത്തിൽ അത് തന്നെയാണ്. ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാറുള്ളൂ. ചില കേസിൽ 2 ഫോട്ടോഗ്രാഫർമാരും 2 വീഡിയോഗ്രാഫറൊക്കെയാണ്, അവർ ഓപ്പോസിറ്റ് സൈഡിലും കൂടി നിൽക്കും. പക്ഷേ അവരവിടെ നിന്ന് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നൊന്നും എടുക്കാറില്ല. വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ആ സ്പെഷ്യൽ ഡേ, ആ സ്പെഷ്യൽ മൊമെൻ്റ് ഏറ്റവും നന്നായി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിസിക്കലിയും അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി നന്നായി വർക്ക് ചെയ്യേണ്ട ഒരു ഇതും കൂടെയാണ്. കേൾക്കുമ്പോഴത്തേക്കും, അതായത് മൈക്കിലൂടെയൊക്കെ ഇവർ നിർദ്ദേശങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഫോട്ടോഗ്രാഫർമാർ അവിടെ തന്നെ നിൽക്കണം, ഫോട്ടോഗ്രാഫർ മാറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനിത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് കരുതി. അതായത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർ പക്വതയോടുകൂടി തന്നെയാണ് പലപ്പോഴും പെരുമാറുന്നത്. എനിക്കൊരു സജഷൻ എന്ന് പറയാൻ, ഈ കല്യാണത്തിന് വെഡ്ഡിങ്ങിന് അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഫോട്ടോഗ്രാഫർമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത ഒരു പേപ്പറായിട്ട് നൽകുകയോ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു സിമ്പിൾ ഒരു സജഷൻ കൂടി ഉണ്ട്. കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർമാരുടെയും പേഴ്സണാലിറ്റിയെ ഹെർട്ട് ചെയ്യുന്നതായിട്ട് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ഉള്ള നിർദ്ദേശങ്ങൾ, സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞാൻ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.